ഗസയിലെ ജനങ്ങൾ ദുരിതത്തിലാണ്. അതിശക്തമായ ആക്രമണമാണ് ഇസ്രായേൽ നടത്തുന്നത്. ഇതിനെതിരെ അറബ് രാജ്യങ്ങൾ രംഗത്ത് വരികയും ചെയ്തു. എന്നാൽ വെറുതെ സംസാരിച്ചതുകൊണ്ട് കാര്യമില്ലെന്നും പ്രവർത്തിക്കുകയാണ് വേണ്ടതെന്നും ഹമാസ് കുറ്റപ്പെടുത്തി. ഗസയിൽ ഇസ്രായേൽ നടത്തുന്ന മാരകമായ ആക്രമണം തടയാൻ അറബ് നേതാക്കൾ അടിയന്തര നടപടി സ്വീകരിക്കണമെന്നും ഹമാസ് ആവശ്യപ്പെട്ടു. വടക്കൻ ഗസയിൽ ആസൂത്രിതമായി ഇസ്രായേൽ വംശഹത്യ നടത്തുകയാണെന്നും ഹമാസ് കുറ്റപ്പെടുത്തി. ഇസ്രായേലിനെതിരെ ഉപരോധം ഏർപ്പെടുത്തണമെന്നും ഇസ്രായേൽ നേതാക്കളെ വിചാരണ ചെയ്യണമെന്നും ഹമാസ് ആവശ്യപ്പെട്ടു. UAE, സൗദി, ഖത്തർ ഉൾപ്പെടെയുള്ള അറബ് രാജ്യങ്ങളോടാണ് അടിയന്തര ഇടപെടൽ നടത്തണമെന്ന് ഹമാസ് ആവശ്യപ്പെട്ടത്. കഴിഞ്ഞ 24 മണിക്കൂറിൽ 140-ലധികം പലസ്തീനികളാണ് ഇസ്രായേലിൻ്റെ ആക്രമണത്തിൽ കൊല്ലപ്പെട്ടത്. അതിനിടെ ഗസയിൽ കൂട്ടക്കൊലകൾ സാധാരണ സംഭവമായി മാറിയെന്ന ഇസ്രായേൽ പാർലമെൻ്റ് അംഗമായ സിപ്പി സ്കോട്ടിൻ്റെ പരാമർശം വിവാദമായി. സ്കോട്ടിൻ്റെ പരാമർശത്തിനെതിരെ വലിയ വിമർശനമാണ് ഉയരുന്നത്. ഇന്നലെ രാത്രി മാത്രം ഗസയിൽ 100 പലസ്തീനികളെ ഞങ്ങൾ കൊലപ്പെടുത്തി. പക്ഷേ ലോകത്താരും അത് ശ്രദ്ധിക്കുന്നില്ല. എല്ലാവരും യാഥാർത്ഥ്യവുമായി പൊരുത്തപ്പെട്ടു. ഒറ്റ രാത്രി കൊണ്ട് 100ഓളം ഗസക്കാർ കൊല്ലപ്പെട്ടാലും ലോകം അത് ശ്രദ്ധിക്കില്ല, ചാനൽ ചർച്ചയിൽ സ്കോട്ട് പറഞ്ഞു. കനത്ത ആക്രമണമാണ് ഗസയിൽ ഇസ്രായേൽ നടത്തിക്കൊണ്ടിരിക്കുന്നത്. ഗസയെ പൂർണ്ണമായും പിടിച്ചെടുക്കാനുള്ള സൈനിക നീക്കമാണ് ഇസ്രായേൽ നടത്തുന്നത്. വടക്കൻ ഗസയിൽ നിന്ന് പലസ്തീനികളെ കൂട്ടത്തോടെ ഒഴിപ്പിക്കുകയാണ്. അവശ്യമരുന്നുകളും ഭക്ഷ്യവസ്തുക്കളും ഗസയിലേക്ക് കടത്തിവിടാതെ കടുത്ത ഉപരോധമാണ് ഇസ്രായേൽ നടത്തുന്നത്. ഗസയിൽ ഇസ്രായേൽ നടത്തുന്ന വംശഹത്യയിൽ 53,272 പലസ്തീനികൾ കൊല്ലപ്പെട്ടതായാണ് ഗസ ആരോഗ്യ മന്ത്രാലയത്തിൻ്റെ റിപ്പോർട്ട്. 1,20,673 പേർക്ക് പരിക്കേറ്റു. അതിനിടെ ഗസയിൽ നിന്ന് 10 ലക്ഷം പലസ്തീനികളെ ലിബിയയിലേക്ക് മാറ്റിപ്പാർപ്പിക്കാൻ US ശ്രമിക്കുന്നതായി റിപ്പോർട്ട് വന്നു. ഗസ ഏറ്റെടുക്കുമെന്ന US പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപിൻ്റെ നിർദ്ദേശം വന്ന് മാസങ്ങൾക്ക് ശേഷമാണ് ഈ പദ്ധതിയെക്കുറിച്ചുള്ള വിവരവും പുറത്തു വരുന്നത്. യുദ്ധത്തിൽ തകർന്നുപോയ ലിബിയയിലേക്കാണ് പലസ്തീൻകാരെ സ്ഥിരമായി മാറ്റിപ്പാർപ്പിക്കാൻ ട്രംപ് ഭരണകൂടം ലക്ഷ്യമിടുന്നതെന്നാണ് റിപ്പോർട്ട്. ലിബിയയുടെ ഭരണ നേതൃത്വവുമായി ഇക്കാര്യം ട്രംപ് ചർച്ച ചെയ്തെന്നും അമേരിക്കൻ മാധ്യമമായ ABC ന്യൂസ് റിപ്പോർട്ട് ചെയ്തു. എന്നാൽ അന്തിമ തീരുമാനം ഉണ്ടായിട്ടില്ലെന്നും റിപ്പോർട്ടിൽ പറയുന്നു. ഇസ്രായേലിനും ഇതേക്കുറിച്ച് അറിയാമെന്ന് ABC ന്യൂസിൻ്റെ റിപ്പോർട്ടിൽ പറയുന്നുണ്ട്. അതിനിടെ വാർത്ത നിഷേധിച്ച് USഉം ലിബിയയും രംഗത്തെത്തി. എന്നാൽ ഇസ്രായേൽ ഇതുവരെ പ്രതികരിച്ചിട്ടില്ല. മരവിപ്പിച്ച ബില്യൺ കണക്കിന് ഡോളർ ഫണ്ടുകൾ വിട്ടുകൊടുക്കണമെങ്കിൽ പലസ്തീൻകാരെ ലിബിയ സ്വീകരിക്കണമെന്നാണ് US മുന്നോട്ട് വച്ചിരിക്കുന്ന നിബന്ധനയെന്നാണ് റിപ്പോർട്ടിൽ പറയുന്നത്. എന്നാൽ ഇങ്ങനൊരു പദ്ധതിയില്ലെന്നും വാർത്ത വ്യാജമാണെന്നും US ഭരണകൂടത്തിലെ ഒരു ഉദ്യോഗസ്ഥനെ ഉദ്ധരിച്ച് മാധ്യമങ്ങൾ റിപ്പോർട്ട് ചെയ്യുന്നു. പലസ്തീൻകാരെ ലിബിയയിലേക്ക് മാറ്റുന്നതിനെക്കുറിച്ചുള്ള ചർച്ചകളെക്കുറിച്ച് അറിയില്ലെന്ന് ഹമാസിൻ്റെ ഉയർന്ന ഉദ്യോഗസ്ഥൻ ബാസെം നെയ്യും പറഞ്ഞു. പലസ്തീൻകാരുടെ ഭാവിയെക്കുറിച്ച് തീരുമാനം എടുക്കേണ്ടത് പലസ്തീൻകാർ തന്നെയാണ്, ബാസെം നെയ്യും പറഞ്ഞു. അഭയാർത്ഥികളെ സ്വീകരിക്കുന്ന കാര്യത്തിൽ USഉം ലിബിയയും ചർച്ച നടത്തിയിട്ടില്ലെന്ന് ലിബിയൻ സർക്കാരും അറിയിച്ചു. രണ്ടാം വട്ടം അധികാരത്തിലെത്തിയത് മുതൽ ഗസയിലെ പലസ്തീൻകാരെ ഈജിപ്റ്റ്, ജോർദാൻ പോലുള്ള അയൽ രാജ്യങ്ങൾ സ്വീകരിക്കണമെന്ന് ട്രംപ് നിർദ്ദേശിച്ചിരുന്നു. എന്നാൽ ഈ രാജ്യങ്ങളും പലസ്തീൻ നേതാക്കളും അത് തള്ളി. ഗസ മുനമ്പിൻ്റെ നിയന്ത്രണം US ഏറ്റെടുക്കണമെന്ന് ഫെബ്രുവരിയിൽ ട്രംപ് പറഞ്ഞു. അവിടെ താമസിക്കുന്ന 20 ലക്ഷത്തോളം വരുന്ന പലസ്തീൻകാരെ മേഖലയിലെ മറ്റ് രാജ്യങ്ങളിലേക്ക് മാറ്റണമെന്നുമായിരുന്നു ട്രംപ് പറഞ്ഞത്. അതിനിടെ പലസ്തീൻ ജനതയെ അവരുടെ സ്വന്തം മണ്ണിൽ നിന്ന് പുറത്താക്കാനുള്ള ഏതൊരു നീക്കവും തള്ളുന്നതായി സൗദി അറേബ്യ വ്യക്തമാക്കി. ബാഗ്ദാദിലെ അറബ് ലീഗ് യോഗത്തിലാണ് സൗദി നിലപാട് ആവർത്തിച്ചത്. സൗദി വിദേശകാര്യമന്ത്രി ആദിൽ അൽ ജുബൈദാണ് ഇക്കാര്യം വ്യക്തമാക്കിയത്. 1967 അതിർത്തികൾ അംഗീകരിച്ചുകൊണ്ട് ഒരു സ്വതന്ത്ര പലസ്തീൻ രാഷ്ട്രം രൂപീകരിക്കുന്നതാണ് ഇസ്രായേലുമായുള്ള പ്രശ്നങ്ങൾക്ക് ശാശ്വത പരിഹാരം കാണാനുള്ള ഏക മാർഗമെന്നും സൗദി അറേബ്യ യോഗത്തിൽ വ്യക്തമാക്കി. ഇറാഖിൽ നടക്കുന്ന അറബ് ഉച്ചകോടിയിൽ ഇറാൻ ആണവ ചർച്ചകളും സിറിയയ്ക്കെതിരായ ഉപരോധം അവസാനിപ്പിക്കുന്നതുമായി ബന്ധപ്പെട്ട വിഷയങ്ങളും ചർച്ചാ വിഷയമായി.